ഹായ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ പ്രാവശ്യം കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഒരുപാടുണ്ടെന്ന് പറയുന്നില്ല. നമ്മളെപ്പോഴും ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്ന് ഞെട്ടിക്കാറുണ്ട്. എങ്കിലും അത്യാവശ്യം വെറൈറ്റീസ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ മുട്ടുകളായിട്ടാണ് അവരെത്തുന്നത്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് ഒന്ന് വിരിഞ്ഞ് പൂക്കളൊക്കെ ആവാനായിട്ട്. അപ്പോൾ ഈ മൊട്ടുകളായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വെറൈറ്റി ആണ് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാറില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ നമുക്ക് നല്ല വെറൈറ്റീസൊക്കെ നഷ്ടമാവാറുണ്ട്. എങ്കിലും മൊട്ടുകളുള്ളത് നമ്മൾ കുറച്ച്, കാരണം ഇപ്പോൾ പാക്കിങ് കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ, അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ പൂക്കളാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് മുട്ടുകളാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഉള്ളൊരു പ്രശ്നം നമുക്ക് വീഡിയോ ഇടാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരുമിച്ച് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാലും ചിലരൊക്കെ വിരിയാനായിട്ട് മടിച്ച് നിൽക്കുന്നതുകൊണ്ട് അവരെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മടിച്ച് നിൽക്കുന്ന കുറച്ച് റോസുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് വെറൈറ്റി റോസുകളുണ്ട്. നാടൻ നറുമണമുള്ള റോസുകളൊക്കെ ഉണ്ട്. എപ്പോഴും നമുക്ക് കിട്ടുന്നതും സ്റ്റോക്ക് ഔട്ടായി പോയിട്ട് വെയിറ്റ് ചെയ്യുന്ന റോസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എപ്പോഴത്തെയും പോലെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം പുതിയതായിട്ട് വരുന്നവരുണ്ടല്ലോ, അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത്, മെസ്സേജ് വഴിയാണ്, കോൾസ് വഴിയല്ല. അതുപോലെ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് തരണം. പിന്നെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാറുണ്ടല്ലേ. അപ്പോൾ അത് അയക്കുന്നത് നമ്മുടെ ഗാർഡനിലെ കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. നമ്മുടെ ഗാർഡനിൽ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ആ കൊടുക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ആരും വായിച്ചു നോക്കാറില്ല. അപ്പോൾ അത് വായിച്ചു നോക്കണം. അതിലെപ്പോഴാണ് പാക്കിങ് അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ കാര്യം, പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് അയക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മെസ്സേജ് കണ്ടെന്ന് വരില്ല. അപ്പോൾ ഞങ്ങൾ റിപ്ലൈ ചെയ്യാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ടെൻഷനാവും. അപ്പോൾ അത് ആദ്യമേ നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ സെയിൽ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് വന്നിട്ടുള്ള വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന വളരെ സുന്ദരിയായിട്ടുള്ള റോസാണ്. നമ്മുടെ മാംഗോ യെല്ലോ റോസാണ് കേട്ടോ. അപ്പോൾ മാംഗോ യെല്ലോയുടെ പ്രത്യേകത എന്താ, ഒരുപാട് പൂക്കളുണ്ടാവും അല്ലേ. ഒറ്റ ഒരു ബ്രാഞ്ചിൽ തന്നെ ഇഷ്ടംപോലെ കൊലകുത്തി പൂക്കളുണ്ടാവുന്ന ഒരു അടിപൊളി റോസാണ് മാംഗോ യെല്ലോ. പിന്നെ കളറാണെങ്കിലും നല്ല ഭംഗിയാണ്. കൂടുതലൊന്നും നമ്മളതിനെ വർണ്ണിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും പരിചിതമാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന റോസുകളിൽ ഒന്നാണ് മാംഗോ യെല്ലോ. അതിൻ്റെ ആ ഒരു മഞ്ഞ നിറം തന്നെയാണ് അതിനൊരു കാരണം ഏതൊക്കെ റോസുകൾ ഇരുന്നാലും മഞ്ഞ കളറ്, റോസ് ആണെങ്കിലും വാട്ടർ ലില്ലി ആണെങ്കിലും ലോട്ടസ് ആണെങ്കിലും യെല്ലോ നമുക്കതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ മാംഗോ യെല്ലോൻ്റെ അടിപൊളി തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈസും എങ്ങനെയൊക്കെ ഉള്ളതാണെന്നാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് നമ്മൾ സെയിലിനായിട്ട് എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. മദർ പ്ലാന്റ്സ്, ഈ മദർ പ്ലാന്റ്സ് കുറച്ചും കൂടി വലിപ്പമുള്ളതിനെയാണ് നമ്മൾ ട്രീ റോസ് ആയിട്ട് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ മദർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ട്രീ റോസുകൾ, പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ചെടികൾ, കവർ റോസുകളൊന്നും അല്ലാത്ത റോസുകളുടെ സെയിൽ വീഡിയോ ആണിത്. അപ്പോൾ ഇത് നോക്കുക, നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. ഏറ്റവും നടുക്ക് എപ്പോഴും ഒരു രാജകുമാരി ഉണ്ടാവുമല്ലോ, ഏറ്റവും ആദ്യം വിരിയുന്ന ഒരാൾ. അപ്പോൾ അത് കൊഴിയാറായതുകൊണ്ടാണ് കേട്ടോ പൂവ് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ വിരിഞ്ഞ സുന്ദരിമാരാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള റോസാണ്. മാംഗോ യെല്ലോ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. നമുക്കിനി അടുത്ത സുന്ദരിയെ പരിചയപ്പെടാം. സുന്ദരി മാത്രമല്ല, നല്ല നാടൻ നറുമണമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ടായിട്ട് നിലവിൽ തരംഗമായിക്കൊണ്ട് നമ്മുടെ ചാനലിൽ ഓടുന്ന ഒരാളാണ് ക്യൂൻ എലിസബത്ത് കേട്ടോ. ക്യൂൻ എലിസബത്ത് റോസിൻ്റെ അടിപൊളി കളറ്, നമ്മുടെ യഥാർത്ഥ ക്യൂൻ എലിസബത്തിൻ്റെ കളറ് പിങ്ക് കളറാണ്. അപ്പോൾ നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ്. ഒരു പ്രത്യേകതയാണ്, നിങ്ങൾക്ക് പെറ്റൽസ് നോക്കിയാൽ അറിയാം, വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടാൽ അറിയാം. ഒരു പ്രത്യേകതയില്ലേ, ഇങ്ങനെ നല്ല വിടർന്നിട്ട് ഒരു പ്രത്യേക രീതിയിലല്ലേ. അപ്പോൾ ഈ ക്യൂൻ എലിസബത്തിൻ്റെ ഏറ്റവും നല്ലൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു നറുമണമാണ്. ആരെയും മതിമയക്കുന്ന നറുമണം. നമ്മുടെ പനിനീർ റോസിൻ്റെ സുഗന്ധമാണെന്ന് വെച്ചാൽ ഏകദേശമാണ്, എന്നാലും വ്യത്യാസമുണ്ട് കേട്ടോ.
അത്രയും നല്ല മണമുള്ള റോസാണ് ക്യൂൻ എലിസബത്ത്. നാടൻ റോസാണ്, നാടൻ ബഡ്ഡിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇലകളൊക്കെ കണ്ടോ? എനിക്ക് ഈ ക്യൂൻ എലിസബത്തിൻ്റെ ഇലകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നല്ല ഫ്രഷായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ നല്ല വലിപ്പമുള്ള ഇലകളാണ്, ക്ലൈംബ് ചെയ്ത് പോകാനായിട്ട് അടിപൊളിയാണ് ക്യൂൻ എലിസബത്ത് റോസ്. അപ്പോൾ ക്യൂൻ എലിസബത്ത് റോസിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട്. പീച്ച് ഉണ്ട്, ആപ്രിക്കോട്ട് കളറുണ്ട്. പക്ഷേ യഥാർത്ഥ ഒരു കളർ എന്ന് പറയുന്നത്, അവരൊക്കെ നല്ല സുന്ദരിമാരാണ്, പക്ഷേ യഥാർത്ഥ ഒരു കളറ് ഈ ഒരു പിങ്കാണ്. അപ്പോൾ ക്യൂൻ എലിസബത്ത് റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് വാങ്ങിയിട്ട് ഇപ്പോൾ പൂക്കളൊക്കെ മിക്കവരുടെയും കയ്യിൽ ഇത് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് ക്യൂൻ എലിസബത്ത് വിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു നാടൻ റോസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു നാടൻ ഗുണങ്ങളെല്ലാം ചേർന്ന ഒരു റോസാണ്. സർവൈവ് ചെയ്യാനായിട്ട് മിടുമിടിക്കുകയാണ് കേട്ടോ ക്യൂൻ എലിസബത്ത് റോസ്. അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ തരാം. ഇനി അടുത്തത് അതിസുന്ദരിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതും നല്ല സുഗന്ധമുള്ള റോസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയൊരു ക്ലൈംബിങ് റോസ് പീച്ച് കളറ് ഞാൻ സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അത്രയും വലിപ്പമുള്ള 2 പ്ലാന്റ് ഉണ്ടായിരുന്നിട്ട് നമുക്കത് പോയി, ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്. അപ്പോൾ ഇത് അത്രയും വലിപ്പമുള്ള പ്ലാന്റ് അല്ല, അത്രയും വലിയ ട്രീ റോസ് അല്ലെങ്കിൽ പോലും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ റോസാ ചെടി തന്നെയാണ്. അപ്പോൾ ആ ഒരു പീച്ച് കളറിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ കൊഴിയാറായി. ഞാൻ ആദ്യം എടുത്തത് ഈ പൂക്കൾ വിരിയുന്ന സമയത്തായിരുന്നു. നല്ല വലിപ്പമുള്ള പൂക്കളാണ്, അതുപോലെ തന്നെ കാണാൻ നല്ല സുന്ദരിയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം എല്ലാ റോസുകളും വിരിയാറാവുമ്പോൾ അവരുടെ ഒരു ആകൃതിയും അവരുടെ ആ ഒരു നിറവും ഒക്കെ ഒന്നങ്ങ് മാറും. ഇതിപ്പോൾ ഈ പെറ്റൽസിൽ തൊട്ട് കഴിഞ്ഞാൽ അതങ്ങ് കൊഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തി ഇവർ. ഞാൻ ആദ്യം കാണിച്ചു തന്നതാണ് ആ ഒരു വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭംഗി കേട്ടോ. അപ്പോൾ നല്ല സുന്ദരികളായിട്ടുള്ള റോസാണ്, നല്ലൊരു കളറാണ് കേട്ടോ. നമ്മൾ ഈ ക്യാമറയിൽ എടുക്കുമ്പോൾ മിക്ക കളറുകളും നമുക്ക് ഒരുപോലെ തോന്നും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എൻ്റെ കയ്യിലുണ്ടല്ലോ ഈ ഒരു കളറ്, അങ്ങനെ ചിന്തിക്കും. എത്ര വെറൈറ്റീസ് റോസുകളുണ്ട്, അവർക്കൊക്കെ അതിൻ്റേതായ ഒരു ഭംഗിയും സൗന്ദര്യവും രണ്ടും സെയിം ആണല്ലേ. അവർക്ക് അതിൻ്റേതായ ഒരു പെറ്റൽസിൻ്റെ ആണെങ്കിലും എല്ലാ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അവരുടേതായ ഭംഗിയും ഉണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി വെറൈറ്റിയാണ്. ഇനി അടുത്ത റോസ്, ഇത് മിക്കവരുടെയും കയ്യിലുണ്ടാവും അല്ലേ. ഇത് കോമൺ ആണ്, എപ്പോഴും കിട്ടുന്ന ഒരു റോസാണ്. എന്നാൽ എനിക്കങ്ങനെ അധികം കിട്ടാറില്ല. ഞാൻ യൂട്യൂബിലെ എല്ലാ സെയിൽ വീഡിയോസും കാണാറുണ്ട് കേട്ടോ. കാരണം ഞാൻ അവരുടെ എല്ലാം വീഡിയോസൊക്കെ കണ്ടിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ ഇത് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും വാങ്ങിയിട്ടുണ്ടാവും ഈ ഒരു റോസ്. അപ്പോൾ നമുക്കിതിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. നല്ലൊരു കത്തി നിൽക്കുന്ന ഒരു യെല്ലോയും ഓറഞ്ചൊക്കെ ചേർന്നൊരു കളറാണ്. അടിപൊളി റോസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന റോസുകളാണ് കേട്ടോ. ഞാൻ മിക്കവരുടെ വീട്ടിലും കണ്ടിട്ടുണ്ട് ഈ റോസൊക്കെ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത്. നമ്മൾ പക്ഷേ ആദ്യമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് തോന്നണല്ലേ. അപ്പോൾ ഈ റോസ് വേണ്ടവർക്ക് ഓർഡർ തരാം കേട്ടോ. ഇനി അടുത്തത് ഈ റെഡ് പിനോക്കിയോ എന്ന് ഏതു നേരവും ഞാൻ പറയാറുണ്ട്. റെഡ് പിനോക്കിയോയിൽ തന്നെ എനിക്ക് 2-3 വെറൈറ്റീസ് കിട്ടാറുണ്ട്. അത് പറയാൻ കാര്യം, നമ്മൾ ഈ റോസ് എടുക്കുന്ന മെയിൻ ഗാർഡനിൽ നമുക്ക് റെഡ് പിനോക്കിയോ എന്നുള്ള പേരിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇത് മൊട്ടാണ്. ഇലകളൊക്കെ ഏകദേശം റെഡ് പിനോക്കിയോ സ്റ്റൈലിലാണ് വരുന്നത്. റെഡ് പിനോക്കിയോ മിനിയേച്ചർ ടൈപ്പും ഉണ്ട്, ക്ലൈംബ് ചെയ്ത് പോകുന്ന ട്രീ പോലെ ആകുന്ന ടൈപ്പും ഉണ്ട്. മിനിയേച്ചറും അവരും അതുപോലെ ആവും കേട്ടോ, ബുഷിയായിട്ട് വരുന്നതാണ്. പക്ഷേ 2 റോസുകൾക്കും വ്യത്യാസമുണ്ട്. ക്ലൈംബ് ചെയ്ത് പോകുന്ന വലിയ ട്രീ ആവുന്ന റോസുകൾ കായ്കളോട് കൂടി ഒരു നല്ല മറൂൺ റെഡ് ആ ഒരു ഇതിലാണ് റെഡ് പിനോക്കിയോ ഉള്ളത്. അപ്പോൾ അതല്ലാണ്ട് 2-3 ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റെഡ് പിനോക്കിയോ എന്ന് പറഞ്ഞ് എടുത്തതാണ്. പക്ഷേ ഇത് റെഡ് പിനോക്കിയോ അല്ല, ഇതൊരു ടീ റോസ് പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നല്ല പഞ്ഞി പോലത്തെ പൂക്കളാണ് കേട്ടോ. ഒരുപാട് പൂക്കളുണ്ടാകും ഇതിൽ. നല്ല അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് റെഡ് പിനോക്കിയോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അല്ല, ഞാനും അങ്ങനെ തെറ്റിദ്ധരിച്ചെടുത്താണ്. റെഡ് പിനോക്കിയോടെ വേറൊരു സ്റ്റൈൽ ഞാൻ കാണിച്ചു തരാം. നമ്മളെപ്പോഴും സെയിലിന് വെക്കാത്ത വേറൊരു കളറ് അത് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി റോസാണ്. നിങ്ങൾക്ക് നിറച്ച് പൂക്കളുണ്ടാവും കേട്ടോ, വാങ്ങി വയ്ക്കാം. റെഡ് റോസ് ഒരുപാട് വെറൈറ്റീസുകൾ നമ്മൾ കൊണ്ടുവരാറുണ്ട്. റെഡ് റോസിൽ ഞാൻ ഇവിടെ എൻ്റെ അമ്മ വീട്ടിൽ കേട്ടോ നട്ടതിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ പിടിച്ചേക്കുന്നതും റെഡ് കളർ റോസിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ റെഡ് റോസുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഈ റോസുകളൊക്കെ കാണുമ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ.
ഇനി അടുത്തത് നമുക്ക് ക്ലൈമ്പിംഗ് റോസ്, ആപ്രിക്കോട്ട് കളർ ക്ലൈമ്പിംഗ് റോസ് ആണ്. ഇതും നമ്മുടെ ചാനലിൽ ഒരു തരംഗമായിരുന്നു. കാരണം ഒരുപാട് ആളുകൾ മേടിച്ചിട്ട് എപ്പോഴെപ്പോഴും സ്റ്റോക്ക് ഔട്ടായി പോകാറുണ്ട്. എല്ലാവർക്കും വലിയ പ്ലാന്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ വലിയ പ്ലാന്റ്സ്, ഇതിപ്പോൾ നല്ല വലിയൊരു പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേണ്ട ആർക്കെങ്കിലും ഓർഡർ തരാം. പിന്നെ ഇതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റ്സ് എന്നോട് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെറിയ പ്ലാന്റ്സ് നല്ലത് കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എടുക്കും. നമുക്ക് പാക്ക് ചെയ്ത് അയച്ചിട്ട് ഒട്ടും രക്ഷപ്പെടില്ല എന്ന് തോന്നുന്ന പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് റേറ്റ് കുറച്ചാണെങ്കിലും തന്നിട്ട് എന്താണ് കാര്യം? അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ പ്ലാന്റ്സ് എടുക്കാത്തത് കേട്ടോ. ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ നല്ല റോസ് വളർത്താനായിട്ട് അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള റോസുകളാണ് ഈ ഒരു വെറൈറ്റീസിലൊക്കെ ഞാൻ എടുക്കുന്നത്. നമ്മുടെ നാടൻ റോസൊക്കെ ആണെങ്കിൽ കുഞ്ഞ് ഇതെടുത്താലും പിടിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ഇങ്ങനത്തെയൊക്കെ നമ്മൾ ഒരു കമ്പിലൊക്കെ ബഡ് ചെയ്തൊക്കെ എടുത്താൽ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി അടുത്തതൊരു സൂപ്പർ വെറൈറ്റി ആണ്. നമ്മുടെ ഈ ഒരു മൂന്നാർ ഭാഗങ്ങളിലൊക്കെ കാണുന്ന കൽ റോസോ അങ്ങനെയൊക്കെ പറയുന്ന ഒരു പ്ലാന്റില്ലേ, റോസ് അല്ല ശരിക്കും അത്. ഒരുപാട് വെറൈറ്റി കളേഴ്സിലൊക്കെ പൂക്കൾ വിരിയുന്നതാണ്. ഞാൻ മൂന്നാർ പോയപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ മൂന്നാർ പോയത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ അടുത്ത് എപ്പോഴെങ്കിലും ഇടാം കേട്ടോ. അതുപോലെ വിരിയുന്ന ഒരു റോസാണിത്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു അടിപൊളി ക്ലൈമ്പിംഗ് റോസാണ്. നല്ല പഞ്ഞി പോലുള്ള പൂക്കളാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഇങ്ങനെ ചില റോസുകളിൽ ടീ റോസ് നല്ല കട്ടിയുള്ള പെറ്റൽസ്, ഇത് അങ്ങനെയല്ല, നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ഫ്ലവേഴ്സാണ് ഇതിൽ. അപ്പോൾ ഇത് നമുക്ക് രണ്ട് പ്ലാന്റേ ഉള്ളൂ കേട്ടോ. ക്ലൈമ്പിംഗ് റോസാണ്. അപ്പോൾ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പ്രാവശ്യം വന്നതിൽ ഈ റോസിനെ. എനിക്ക് ശരിക്കും ഇത് കണ്ടപ്പോൾ ഒരു റോസായിട്ടല്ല, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പ്ലാന്റ്, അതിൻ്റെ കറക്റ്റ് നെയിം എനിക്ക് അറിയില്ല കേട്ടോ. ആ ഒരു പ്ലാന്റായിട്ടാണ്, കൽ റോസ് എന്നാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമേലിയ പ്ലാന്റോ അങ്ങനെ എന്തോ പേരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതിന്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഞാൻ ഉദ്ദേശിച്ച പ്ലാന്റ് ഏതാണെന്ന് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടിപൊളി റോസാണ്, വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞില്ലേ മിനിയേച്ചർ പോലെ നിൽക്കുന്ന റെഡ് പിനോക്കിയോ എന്ന്. നമ്മൾ കൂടുതലും സെയിൽ ചെയ്യുന്നത് ട്രീ ടൈപ്പ് റെഡ് പിനോക്കിയോ ആണ്. കുറച്ചും കൂടി വലിയ പൂക്കളോട് കൂടി ഒരു നല്ല മെറൂൺ, ആ പൂക്കൾ കണ്ടാൽ കടിച്ച് തിന്നാൻ തോന്നും അതുപോലത്തെ ഒരു റെഡ് പിനോക്കിയോ ആണ്. ഇത് നമ്മുടെ മിനിയേച്ചർ ടൈപ്പാണ്. ഇതും അടിപൊളി റോസാണ് കേട്ടോ. അതായത് ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പുതിയ തളിർപ്പ് വന്നിട്ട് പൂക്കൾ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഇലകൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മുടെ ഗാർഡനിൽ വന്നതിന് ശേഷം പൂക്കൾ ഉണ്ടായതാണ് കേട്ടോ ഇത്. അപ്പോൾ മൊട്ടായിട്ട് വന്ന് പൂക്കൾ ഉണ്ടായതുകൊണ്ട്, അല്ലാതെ തളിര് വന്ന് പൂവായതുകൊണ്ട് കേട്ടോ ആ പ്ലാന്റിൽ. അപ്പോൾ അടിപൊളി റോസാണ്, വേണ്ടവർക്ക് ഓർഡർ തരാം. ഇനി അടുത്തത് ഒരു സൂപ്പർ ക്ലൈമ്പിംഗ് റോസാണ്. ടീ റോസിൽ മിക്കപ്പോഴും നമുക്ക് മിനിയേച്ചർ ടൈപ്പ് ടീ റോസുകളാണ് കിട്ടുന്നത്. ഇത് ക്ലൈമ്പിംഗ് ആയിട്ടുള്ള ടീ റോസാണ് കേട്ടോ. ഇത് നന്നായിട്ട് വിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ വെയിലത്ത് നിൽക്കുമ്പോൾ ഉള്ളൊരു കളറാണ്. ഞാൻ ആദ്യം കാണിച്ചതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ കേട്ടോ. ഇത് നല്ല വെയിലത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റോസുകളൊന്ന് എല്ലാത്തിലും ഒരു സൂര്യൻ്റെ ഒരു പ്രത്യേക ഒരു ഒരു എന്താ ഒരു സൂര്യകിരണങ്ങളൊക്കെ ഏറ്റിട്ടൊരു കളർ ഷെയ്ഡായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. അടിപൊളി ട്രീ റോസാണ് വന്നിട്ടുള്ളത്. ഇതാണ് വിരിയുമ്പോൾ ഉള്ള ഇതിൻ്റെ ഒറിജിനൽ കളറെന്ന് പറയുന്നത്. സുന്ദരി എന്ന് പറഞ്ഞാൽ അടിപൊളി സുന്ദരിയാണ് കേട്ടോ. പിന്നെ കുഞ്ഞു പൂവല്ല, വലിയ പൂവാണ് കേട്ടോ. അപ്പോൾ അതേ പ്ലാന്റൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നല്ല അടിപൊളി പ്ലാന്റാണ്, വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. ട്രീ റോസുകൾ അല്ലെങ്കിൽ വലിയ മദർ പ്ലാന്റ് ആയിട്ടുള്ള ക്ലൈമ്പിംഗ് റോസുകൾക്കൊക്കെ റേറ്റും സിയും കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വിവരങ്ങൾ നമ്മൾ ഇതിൽ കൊടുക്കാറില്ല. നിങ്ങൾ വാട്സപ്പ് ചെയ്ത് തന്നെ ചോദിക്കണം. ഇനി അടുത്തത് നമ്മളിപ്പോൾ കണ്ട ഓറഞ്ചിൻ്റെ റോസ്, ലൈറ്റ് റോസ് കളർ അല്ലെങ്കിൽ ഒരു ബേബി പിങ്ക് കളർ എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ആ ഒരു കളറിൽ ഇതും ഒരു അടിപൊളി റോസാണ് കേട്ടോ. എനിക്ക് ഈ റോസ് കാണുമ്പോൾ ഒരു ഫോറിൻ ടച്ചൊക്കെയാണ് തോന്നുന്നത്. അത്രയും സൂപ്പറായിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിലെല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂക്കൾ നന്നായിട്ട് പിടിക്കും കേട്ടോ ഈ റോസുകളൊക്കെ. നമുക്ക് എപ്പോഴും ഇതുപോലുള്ള റോസുകൾ കാണുമ്പോൾ ഒരു ടെൻഷനാണ്. എനിക്ക് എപ്പോഴും ചിന്ത വരുന്നത് എന്താണെന്നറിയോ, പണ്ട് ഈ സൈക്കിളിലും സ്കൂട്ടറിലൊക്കെ ചെടിക്കാർ ബാംഗ്ലൂർ ബഡ്ഡിങ് റോസ് കൊണ്ടുവരുമായിരുന്നു, ചെറിയ കവർ. അതുപോലും 100 രൂപ കൊടുത്താണ് വാങ്ങാറ്. അപ്പോൾ ആ റോസുകളൊക്കെയാണ് പൂക്കൾ ഉണ്ടാവില്ലെന്ന് നമ്മൾ വിചാരിക്കും. കാരണം ഇത്രയും ഭംഗിയുള്ള റോസുകളൊക്കെ ആ ഒരു രീതിയിലാണല്ലോ കണ്ടേക്കുന്നത്. ഇതങ്ങനെയല്ല കേട്ടോ.
ഇത് പൂക്കൾ പിടിക്കുന്ന റോസാണ്. അത് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം എൻ്റെ അമ്മ വീട്ടിൽ നല്ലൊരു റെഡ് റോസ് ഇതുപോലെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട് വെറും ചാണകപ്പൊടിയിൽ കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. അപ്പോൾ ഇതിൻ്റെ പ്ലാൻ സൈസാണ് ഞാൻ ഈ കാണിക്കുന്നത്. നിങ്ങൾ പ്ലാൻസും കൂടി നോക്കണേ. ഇനി ഇത് പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കളറെന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നല്ല വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ആ ഒരു കളറിലാണ് നിങ്ങൾ കാണുള്ളൂ. അപ്പോൾ പൂവ് വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല അടിപൊളി. ഇതും വിരിഞ്ഞിട്ടില്ല കേട്ടോ മൊത്തമായിട്ട്. നമ്മുടെ ബഡൊന്ന് ചെറുതായിട്ട് വിരിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി റോസാണ്. നിങ്ങൾ നേരത്തെ കണ്ട ഓറഞ്ചിൻ്റെ തന്നെ കളർ ചേഞ്ചാണിത്. പിന്നെ അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ക്ലൈമ്പിംഗ് റോസാണ്. അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ഇതേ രീതിയിൽ തന്നെയുള്ള യെല്ലോയും ഓറഞ്ചും ചേർന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ പൂക്കളെല്ലാം ഇതുപോലെ തന്നെയാണ് കേട്ടോ വിരിയുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊട്ടും വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ കാണിച്ച ഓറഞ്ചും അതുപോലെ ഈ ഒരു ബേബി പിങ്കിൻ്റെ തന്നെ കളർ ചേഞ്ചാണിത്. നിങ്ങൾക്ക് കാണാം എത്ര മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി യെല്ലോ ഫ്ലവർ ഉണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ വരുന്ന ഡിസൈൻ ചെയ്യുന്ന പോലെ ഒരു മെറൂൺ കളറ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. മുട്ടുകൾ വിരിയാൻ നല്ല പാടാണ്. ഇനിയും വെയിറ്റ് ചെയ്യാൻ നിന്നാൽ സെയിൽ വീഡിയോ ഇടാനായിട്ട് ലേറ്റ് ആകും. അതുകൊണ്ട് ആ മൊട്ടോട് കൂടി എടുത്തിട്ടതാണ് കേട്ടോ ഞാൻ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് പൂവ് ഏകദേശം മനസ്സിലായി കാണും. ഇപ്പോൾ കാണിച്ച ആ ഫ്ലവറിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അടുത്തത് ഒരു റെയർ വെറൈറ്റിയാണ്. ഇത് മെമ്മോറിയൽ റോസിൻ്റെ പീച്ച് കളറാണ്. ഇതൊരു പ്ലാന്റ് ഉള്ളൂ കേട്ടോ. ഈ ഒരു പ്ലാന്റേ ഉള്ളൂ. ഇത് ആദ്യം ചോദിക്കുന്ന ആൾക്ക് കൊടുക്കേണ്ടി വരും. അടിപൊളി റോസാണ്. മെമ്മോറിയൽ റോസ് എന്ന് പറയുമ്പോൾ അതിന് ആരാധകർ കുറേ ഉണ്ട്. നമ്മൾ ആദ്യം സെയിൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു പിങ്ക് കളറാണ്. പിന്നെ ഈ ഒരു പീച്ചിൻ്റെ ലൈറ്റ് ഷെയ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആകെ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം ഈ പ്രാവശ്യം നമുക്കൊരു പീച്ച് കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പീച്ചാണ്. ഇത് പീച്ച് തന്നെയല്ലേ. നല്ല ഫ്രഷ് ലുക്കോടുകൂടി നിൽക്കുന്ന ഒരു സുന്ദരി റോസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ആരും വാട്സപ്പിൽ വന്ന് എന്നോട് തല്ലു പിടിക്കരുത്. അടുത്തത് ഒരു സൂപ്പർ ക്ലൈമ്പിംഗ് റോസാണ്. ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള പ്ലാന്റാണ്. വിരിയുമ്പോൾ ഉള്ളൊരു ഭംഗിയാണ് കേട്ടോ ഇത്. അത് കഴിയുമ്പോഴത്തേക്കും ഇതൊരു ഓഫ് വൈറ്റും ഒരു യെല്ലോയും കൂടി ചേർന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ യെല്ലോ ഷെയ്ഡ് ഇപ്പോൾ അവിടെ ഒളിഞ്ഞിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് സുന്ദരി. ഇനി ഇത് കൊഴിയാറാകുമ്പോഴാണ് ആ ഓഫ് വൈറ്റ് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, ആ ഒരു യെല്ലോ ഷെയ്ഡ് ഇതിലോട്ട് കരുന്നത്. അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഇപ്പോൾ ഫ്രഷായിട്ട് നിൽക്കുന്ന ഈ പൂവേ ഉള്ളൂ. ബാക്കിയൊക്കെ ബഡാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി നാടൻ ക്ലൈമ്പിംഗ് റോസാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. വിരിഞ്ഞ് ഒരു 3 ദിവസത്തോളം ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പൂവ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പൂവ് ചേഞ്ചായിട്ട് വേറൊരു രീതിയിലോട്ട് വരും. അപ്പം നിങ്ങൾക്ക് 2 രീതിയിലുള്ള ഫ്ലവർ കാണാം. ആ ഫ്ലവർ കൊടുക്കാനായിട്ട് ഇപ്പോൾ അതിൽ വിരിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ അടിപൊളി റോസാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും റോസുകൾ കാണിച്ചതിൽ ക്ലൈമ്പിംഗ് റോസിൽ നമുക്ക് എന്താ പറയുക, കുറച്ച് റേറ്റ് കുറച്ചിട്ടേക്കുന്ന റോസാണ് കേട്ടോ ഇത്. അപ്പോൾ അത് റേറ്റ് കുറയ്ക്കാൻ കാരണം ബാക്കിയെല്ലാം ചട്ടിയിലും ഇത് കവറിലുമാണ്. പക്ഷേ വലിയ പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതുപോലെ ഹവായി വൈറ്റും നമുക്ക് കവറെന്ന് പറഞ്ഞാൽ വലിയ കവറാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കും കുഞ്ഞു കവറല്ല, വലിയ പ്ലാന്റ് തന്നെ കവറിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതും നമുക്ക് സെയിലിനുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഹവായി റെഡ് നമ്മൾ കൊടുത്തായിരുന്നു അല്ലേ, ചെറിയ പ്ലാന്റ്, ആ സൈസിലുള്ളതാണ് കേട്ടോ ഇതും. ഇനി അടുത്തത് നമ്മുടെ ലാവണ്ടർ റോസാണ്. നമ്മളിപ്പോൾ മിക്കപ്പോഴും സെയിലിനായിട്ട് ഇടാറുണ്ട് ലാവണ്ടർ റോസ്. ലാവണ്ടർ റോസിനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരുപാട് ഇവരുടെ ഗാർഡനിൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് എല്ലാ സെയിൽ വീഡിയോയിലും ഇടുന്നതെന്ന്. അല്ല, എപ്പോഴും ലോഡ് എടുക്കുമ്പോൾ 1 or 2 കിട്ടും. ഇവരിപ്പോഴും ഇത്രയും ആളുകൾ നമ്മളോട് ചോദിച്ചു വരുന്ന സമയത്ത് ഈ 1 or 2 കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവർ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനിൽ നിൽക്കുന്ന ഒരു റോസാണ് കേട്ടോ. ഇതും ലാവണ്ടറും പർപ്പിളൊക്കെ എപ്പോഴും ആളുകൾ ചോദിക്കുന്ന റോസാണ്. നമുക്ക് 1 or 2 ഒക്കെ ആയിട്ടേ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ സെയിൽ വീഡിയോയിൽ നമ്മളെപ്പോഴും കൊണ്ടുവരുന്നതാണ്. കിട്ടുന്ന സമയത്ത് സെയിൽ വീഡിയോയിൽ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ലാവണ്ടർ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. ലാവണ്ടർ റോസിന് പ്രീ ഓർഡർ വഴി നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ.
കാരണം ഒരുപാട് ആളുകൾ ലാവണ്ടർ റോസിനെ സ്നേഹിക്കുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചോദിക്കുന്നവരുണ്ട്. നമുക്ക് അത്രയും കിട്ടാറില്ല. നമുക്ക് മെയിൻ ഗാർഡനിൽ നിന്ന് 1-2 പീസുകളെ കിട്ടുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ സൂപ്പറായിട്ടുള്ള വൈറ്റ് റോസാണ്. ഹവായി വൈറ്റ് റോസാണ്. ഭയങ്കര ആരാധകരാണ്. ഇതുപോലെ ലാവണ്ടർ റോസ് പോലെ നമുക്ക് അധികം വലിയ പ്ലാന്റ്സ് കേട്ടോ കിട്ടാറില്ല. അപ്പോൾ ലാവണ്ടർ റോസിൻ്റെ പ്ലാന്റ് ഈ പ്രാവശ്യം നമുക്ക് വലിപ്പമുള്ള ട്രീ റോസും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ട്രീ അല്ലാണ്ട് കുറച്ച് വലിപ്പമുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ അത്രയും ട്രീ റോസിൻ്റെ റേറ്റിൽ വാങ്ങാൻ പറ്റാത്തവർക്ക് റോസ് പ്ലാന്റ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രാവശ്യം ഗാർഡനിൽ നിന്ന് കിട്ടി കുറച്ച് പ്ലാന്റ്സ്. ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ, അതും വലിപ്പമുള്ളത് തന്നെയാണ്. പക്ഷെ ഇത്രയും വലിയ പ്ലാന്റ് അല്ല എന്ന് മാത്രം കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ സുന്ദരിയായിട്ടുള്ള റോസാണ്. എനിക്ക് വൈറ്റ് റോസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം. പക്ഷേ ഈ ഇത്രയും വലിപ്പമുള്ള റോസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതും വെള്ള കളറല്ലേ. ശരിക്കും എല്ലാം നമുക്ക് ഇഷ്ടമാണല്ലേ. എങ്കിലും ഓരോരുത്തരെ കാണുമ്പോൾ ഇതാണ് ഭംഗി എന്ന് തോന്നിപ്പോവും. അപ്പം എൻ്റെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരിക്കലും നല്ല രീതിയിൽ റോസിൻ്റെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ടോ ഒരുക്കാനായിട്ടോ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങളുടെ ഗാർഡൻ ഇരിക്കുന്ന സ്ഥലത്ത് റോസ് അങ്ങനെ അത്ര നന്നായിട്ട് പിടിക്കുന്നില്ല. പക്ഷെ അമ്മ വീട്ടിൽ ഞാനപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കും. ഇവിടെ പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് തന്നെ എൻ്റെ നല്ല ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സൊക്കെ കണ്ടിട്ട് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ അടുത്തത് പൂക്കൾ വിരിഞ്ഞിട്ട് ഞാനിടാം കേട്ടോ. അപ്പോൾ വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇതിനിടയിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. 2-3 പേർക്ക് പെൻഡിങ് ഉണ്ട്. 2-3 പേർക്ക് കേട്ടോ, അതിൽ കൂടുതലില്ല. കാരണം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പാക്ക് ചെയ്ത് എല്ലാവർക്കും പ്ലാൻസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ പെൻഡിങ് ഉള്ളവർക്ക് അവർ ബുക്ക് ചെയ്ത റോസ് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടാണ് ആ പെൻഡിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെയിൽ വീഡിയോ പുതിയതായിട്ട് ഇടുമ്പോഴാണ് പ്ലാൻസ് കിട്ടാത്തവർക്ക് ടെൻഷൻ വരുന്നത്. ഇവരെന്തോ ഞങ്ങളെ മറന്നോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നു, ഓർഡർ എടുക്കുന്നു എന്നേ ഉള്ളൂ. അതിൽ തന്നെ 20 ഡേയ്സിനുള്ളിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ഇതെല്ലാം പെൻഡിങ് എല്ലാം നമ്മൾ തീർത്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പുതിയ പാക്കിങ് വരുന്നത്. ഇനി അതല്ല, നമ്മൾ പുതിയ പാക്കിങ്ങിലോട്ട് കടന്നെങ്കിൽ അതിനർത്ഥം മുന്നേ ഓർഡർ ചെയ്ത റോസുകൾ നമുക്ക് സ്റ്റോക്ക് ഔട്ടാണ്. അതിന് സ്റ്റോക്ക് വന്നിട്ട് വേണം അവർക്ക് അയക്കാൻ. അപ്പോൾ ഇത്രയും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇത് പുതിയ സെയിൽ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും ടെൻഷനാവും, കിട്ടിയില്ലല്ലോ എന്നോർത്ത് ടെൻഷനാവും. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. നമുക്ക് പെൻഡിങ്ങുകൾ നമുക്ക് നല്ല സ്റ്റോക്കുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അയക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റോസ് വേണ്ടവർ മെസ്സേജ് അയക്കുക.